വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ അടുത്ത ഒരു വീഡിയോ സീരീസാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 20K റുപ്പീസാണ്. സിംഗിൾ പേയ്മെൻ്റ് ആണ്. +1 +2 ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ 8, 9, 10 ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. സൈക്കോളജി ഉണ്ടായിരിക്കും, പെഡഗോഗി ഉണ്ടായിരിക്കും, പിന്നെ GK ഉണ്ടെങ്കിൽ GK പോർഷൻസും അവൈലബിൾ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൈഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേം നമ്മൾ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അതിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡാണ് ഹൈഡ്രജൻ നമുക്ക് കിട്ടാനായിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഡൈഹൈഡ്രജൻ ഫ്രം കോൾഡ് വാട്ടർ. ഞാൻ ഇംഗ്ലീഷിൽ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും, മലയാളത്തിലാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇംഗ്ലീഷിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. അതായത് ഡൈഹൈഡ്രജനെ നമുക്ക് തണുത്ത വെള്ളത്തിൽ നിന്നും എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും, ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ കോൾഡ് വാട്ടറിൽ നിന്നും എങ്ങനെയാണ്, തണുത്ത വെള്ളത്തിൽ നിന്നും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് പറയാം. അതായത് നമുക്കറിയാം ആൽക്കലി അതുപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നുള്ള സംഭവം നമുക്കറിയാം അല്ലേ. ആ ആൽക്കലി അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്ന സംഗതികൾ ജലവുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും. അങ്ങനെ റിയാക്ഷൻ നടക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ സോഡിയം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാം അല്ലേ. വളരെ വയലൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുകയും ആ റിയാക്ഷൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് റിലീസ് ചെയ്യും, ഹൈഡ്രജൻ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ റിയാക്ഷൻ റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് ഈ റിയാക്ഷൻ റേറ്റ് കുറയ്ക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ആൽക്കലി മെറ്റൽസിന് നമ്മളൊരു അമാൽഗം ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിയാക്ഷൻ ചെയ്യുവാനായിട്ട് വാട്ടറിലേക്ക് ഇടുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ 2 പോയിന്റ്, ആൽക്കലി അല്ലെങ്കിൽ ആൽക്കലൈൻ മെറ്റൽസ് എന്ന് പറയുന്നത് ജലവുമായി റിയാക്ട് ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുക. റിയാക്ഷൻ റേറ്റ് കൂടുതൽ കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ആൽക്കലി മെറ്റൽസിൻ്റെ റിയാക്ഷൻ റേറ്റ് കുറയ്ക്കുവാനായിട്ട് നമ്മൾ അതിനെ ഏത് ഫോമിലാണ് കൈകാര്യം ചെയ്യുന്നത്, അമാൽഗം ഫോമിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജി പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും. അതായത് എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് H2 ഫ്രം കോൾഡ് വാട്ടർ എന്ന് പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കുവാനായിട്ടുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സെൻറ്റൻസ് ആയിട്ട് എഴുതിയിടുന്നുണ്ട് കേട്ടോ. റിയാക്ഷൻ മാത്രമാണ് ഞാനിവിടെ നോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് H2 ഫ്രം കോൾഡ് വാട്ടർ എന്ന് പറയുന്ന ഒരു ചോദ്യം ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, 2NaHg കണ്ട, 2Na മാത്രമല്ല HGയും കൂടിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്ത് എന്ന് പറയാനായിട്ട് സാധിക്കും, Na എന്ന് പറഞ്ഞാൽ സോഡിയമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്ത് എന്ന് പറയാനായിട്ട് സാധിക്കും, സോഡിയം അമാൽഗം എന്ന് പറയാനായിട്ട് പറ്റും. ഈ സോഡിയം അമാൽഗത്തിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്, H2O. ശരിക്കും പറയണമെങ്കിൽ H2O സോഡിയം അമാൽഗം നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രോഡക്റ്റ് പഠിച്ചിരിക്കുക, 2NaOH പ്ലസ് H2 വാതക രൂപത്തിലായിരിക്കും. NaOH എന്ന് പറഞ്ഞാൽ എന്താണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. കിട്ടിയല്ലേ? അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കുക. നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡൈഹൈഡ്രജൻ ഫ്രം ഹോട്ട് വാട്ടർ. ഡൈഹൈഡ്രജൻ ഫ്രം ഹോട്ട് വാട്ടർ എന്ന് പറയാം, ചൂടുള്ള ജലം അല്ലെങ്കിൽ സ്റ്റീം, നീരാവി എന്നും പറയാം. ഇവിടെ നമ്മൾ പറയുന്ന പോയിന്റ് ഇതാണ്, സിങ്ക് ആൾക്കാരെ പഠിക്കാം, Fe, അതുപോലെ തന്നെ Mn മാംഗനീസ്, കൊബാൾട്ട്, CO, Cr, ക്രോമിയം, Zn. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം എന്ത് സംഭവിക്കും, ഒരു സ്റ്റീമുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ലിബറേറ്റ് ചെയ്യുമെന്നാണ് പറയണത്, ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും അല്ലെങ്കിൽ പുറത്തേക്ക് വരും. അപ്പോൾ എക്സാമ്പിൾ പഠിക്കുക, Zn പ്ലസ്
H2O. H2O എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് സ്റ്റേറ്റ്? വാതക രൂപമാണ്. അതിനാണ് ഞാൻ വേപ്പർ എന്നുള്ള പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ZnO വരും, പ്ലസ് നമുക്കിവിടെ എന്ത് വരും? H2 എന്ന് പറയുന്ന സംഗതി ഫോം ചെയ്യും, ZN ഓക്സൈഡ്. പിന്നെ എസിന്റെ സ്ഥാനത്ത് Fe വരാം, Mn വരാം, CO വരാം, Cr വരാം, Sn വരാം. ആര് വേണമെങ്കിലും വരാം. ആ വരുന്ന അനുസരിച്ചിട്ട് അവിടെ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ? അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.